കോമ്രേഡ് സീതാറാം അമർ രഹേ ജിന്ദാ ഹേ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രണ്ട് വരികളായി തിരിയുന്ന പാർട്ടി സഖാക്കളുടെ നടുവിൽ കൂടി ഇതാ അവരുടെ പ്രിയപ്പെട്ട നേതാവ് സീതാറാം യെച്ചൂരി ഇതാ കടന്നു വരികയാണ് ഈ ആംബുലൻസിൽ. ഇതുവഴി അല്പസമയത്ത് പോകുമ്പോൾ 14 അശോക റോഡിലേക്കാണ് ഈ യാത്ര. സീതാറാം യെച്ചൂരി ഏറെ കാമ്പുള്ള രാഷ്ട്രീയം ചെയ്തിരുന്ന, ഏറെ ആശയതലപ്പൊക്കത്തിൽ കുറേ അധികം വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിൽ നടന്നിരുന്ന ഈ നേതൃത്വത്തിലൂടെ നിശ്ചലനായി എന്തായാലും സീതാറാം യെച്ചൂരി കടന്നു വരുന്നത് പാർട്ടി പ്രവർത്തകർക്ക്, അണികൾക്ക് മാത്രമല്ല താങ്ങാനാവാത്തത്. ഇത് നികത്താനാവാത്ത നഷ്ടമാവുന്ന ഇടതുപക്ഷത്തിനോ CPM-നും മാത്രമല്ല, അത് വിശാല ഇടതുപക്ഷത്തിനും രാജ്യത്തിന്റെ പ്രതിപക്ഷ നിരക്കും കൂടിയായിരുന്നു. അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു നേതാവ് എല്ലാവരും പറയുന്നത് കേൾക്കുകയും എല്ലാവരും കേൾക്കപ്പെടുകയും ചെയ്തൊരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അതുപോലെ ഒരു മുഖമായിരുന്നു സീതാറാം യെച്ചൂരി. ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ളയാവട്ടെ, ബംഗാളിലെ മമതാ ബാനർജി ആവട്ടെ, UP-യിലെ അഖിലേഷ് യാദവോ അല്ലെങ്കിൽ മുലായം സിംഗ് യാദവോ ആവട്ടെ, ലാലു പ്രസാദ് യാദവ് ആവട്ടെ, ഏത് പ്രതിപക്ഷ നിരയിലെ നേതാക്കളോടും, അരവിന്ദ് കെജ്രിവാൾ ആവട്ടെ, ഏത് പ്രതിപക്ഷ നേതാക്കളോടും കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും കഴിയുന്ന, ആശയവ്യക്തയോടുകൂടി സംസാരിച്ച് അവരെ അനുനയിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അത് സൗഹൃദം മാത്രമല്ല, അദ്ദേഹം പറയുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ക്ലാരിറ്റി കൊണ്ടുകൂടിയാണ് ആ അനുനയം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല ആശയവ്യക്തതയുള്ള, പ്രത്യയശാസ്ത്രം വളരെ ഭംഗിയായി തന്നെ പറയുമ്പോഴും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ധാർഷ്ട്യങ്ങളോ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ കടുംപിടുത്തമോ കാണിക്കാത്ത, സാധാരണക്കാരനെ പോലെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരു സഖാവ്, അദ്ദേഹത്തിൻ്റെ നീണ്ട കോമ്രേഡ്ഷിപ്പ് പൂർത്തിയാക്കി ഈ വഴി പോവുകയാണ്. ഇവിടെ വി സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് എന്നുള്ള മുദ്രാവാക്യത്താൽ മുഖരിതമായിരിക്കുന്നു 14 അശോക റോഡിലേക്കുള്ള ഈ വഴികൾ. അത്രയും നേരത്തെ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷം ജീവശ്വാസം വീണ്ടെടുത്തുവെങ്കിൽ, പ്രതിപക്ഷം അതിൻ്റെ ഓജസ്സും തേജസ്സും വീണ്ടെടുത്തുവെങ്കിൽ, അത് ഈ പിന്നാലെ വരുന്ന ആംബുലൻസിൽ ഇപ്പോൾ അന്ത്യവിശ്രമത്തിലേക്ക് പോകുന്ന സീതാറാം യെച്ചൂരിയുടെ പങ്ക് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ സീതാറാം യെച്ചൂരി ഇല്ലായിരുന്നുവെങ്കിൽ ആ ആശയവ്യക്തതയോടുകൂടി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെ വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ രാജ്യതലസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് CPM-ന്റെ യാത്രയപ്പ് മാത്രമല്ല, ഇത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നിരയും രാജ്യത്തിന്റെ വിശാല ഇടതുപക്ഷ നിരയും ഒക്കെ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ, അവരുടെ വിപ്ലവ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ വിപ്ലവ നായകനെ യാത്ര അയക്കുകയാണ്. സീതാറാം യെച്ചൂരി കരുത്തോടെ മടങ്ങിയെത്തും. അദ്ദേഹം കരുത്തോടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ മടങ്ങുന്നത്. നമ്മൾ ഇന്നലെ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ മുതൽ സീതാറാം യെച്ചൂരി ഈ ലോകത്തിന് ഇല്ല, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി ഇനി ഒരു രക്തനക്ഷത്രമാണ് എന്ന തിരിച്ചറിവ് വരുന്ന സമയം മുതൽ സീതാറാം യെച്ചൂരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ കാണുന്നുണ്ട്. എത്രത്തോളം വെസ്റ്ററ്റയിലാണ് ആ ഓർമ്മകൾ, എത്രത്തോളം സർഗധനനായ, എത്രത്തോളം പ്രതിഭാധനനായ, പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം SFIക്ക് സമ്മാനിച്ച ഏറ്റവും പ്രതിഭാധനനായ നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുകയാണ്. ഇന്നലെ JNU-വിൽ കൊണ്ടുവച്ചപ്പോൾ JNU-വിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ പോയതുപോലെ ഹൃദയവേദനയിൽ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ നമ്മൾ JNU-വിൽ കണ്ടു. JNU ഒരിക്കൽ കൂടി പണ്ട് അദ്ദേഹം JNU-ന്റെ വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷനായിരുന്ന സമയത്ത് JNU ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം വിളികൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രകമ്പനം കൊണ്ടോ, ഏത് രീതിയിലാണ് ഇന്ദിരാഗാന്ധിയോട് ഇറങ്ങി വരൂ ഇന്ദിരാഗാന്ധി, എനിക്ക് നിങ്ങളോട് ഞങ്ങളുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനുണ്ട് എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞ ഒരു യുവാവ്, ഒരു 26-കാരൻ വിരൽ ചൂണ്ടി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ JNU എങ്ങനെ കാലങ്ങൾക്ക് മുമ്പ് പ്രകമ്പനം കൊണ്ടോ അതേപോലെ JNU ഇന്ന് വീണ്ടും പ്രകമ്പനം കൊണ്ട കാഴ്ച നമ്മൾ കണ്ടു. അത് സീതാറാം യെച്ചൂരി ഒരിക്കൽ കൂടി JNU ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭൂമിയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് പോരാട്ടത്തിൻ്റെ ഭൂമിയിലേക്ക് എടുത്തെറിയുന്നത് JNU ആണ്. അടിയന്തരാവസ്ഥ കാലമൊക്കെയാണ്. വീണ്ടും JNU-ലേക്ക് വന്നപ്പോൾ കാഴ്ച നമ്മൾ കണ്ടു. സമാനമായ കാഴ്ച നമ്മൾ ഇന്ന് AKG ഭവനിൽ കാണുന്നു. സീതാറാം അമർ രഹേ എന്ന മുദ്രാവാക്യം മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ. സീതാറാം യെച്ചൂരി മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവിക്കുന്നുണ്ട്, ഞങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്, ഞങ്ങളൊഴുകും ചോരയിലൂടെയും ഞങ്ങളുടെ ഓർമ്മകളിലൂടെയും പ്രിയപ്പെട്ട സഖാവെ അങ്ങ് അമരനാണ്, അങ്ങ് മരിക്കില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെ ചെങ്കൊടിക്കൊപ്പം ഹൃദയം പൊട്ടി ഉയരുന്ന ഒരു സമ്മേളനം അല്പസമയത്തിനകം 14 അശോക റോഡിലേക്ക് എത്താൻ പോകുന്നു. 14 അശോക റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എയിംസിലേക്ക് അദ്ദേഹത്തിന് ഭൗതിക ശരീരം കൈമാറുകയാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുക എന്നുള്ള ഒരു വിശാല ലക്ഷ്യത്തെ അത് നേരത്തെ ആഗ്രഹം പറഞ്ഞതാണ്. അതിനുള്ള സമ്മതപത്ര പൂർത്തീകരണമൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ആംബുലൻസിൽ
അദ്ദേഹത്തിൻ്റെ ഭാര്യ സീമ ചിസ്തി അടക്കം അദ്ദേഹത്തിൻ്റെ മകൾ അഖില യെച്ചൂരി അടക്കം ഡാനിഷ് യെച്ചൂരി അടക്കം ഈ ആംബുലൻസിലുണ്ട്. ഈ വിലാപയാത്ര മുന്നോട്ടേക്ക് പോകും തോറും ആ വിലാപയാത്രയിൽ പങ്കുചേരുന്ന എണ്ണം കൂടിക്കൂടി വരുന്നു. നൂറുകണക്കിന് റെഡ് വോളണ്ടിയർമാരുണ്ട് ഈ ആംബുലൻസിന് പിന്നിലായും ഈ ആംബുലൻസിന് കുറേയധികം മുന്നിലായും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു വലിയ വിലാപയാത്ര ഡൽഹിയുടെ നഗരഹൃദയത്തിലൂടെ രാജ്യതലസ്ഥാന നഗരഹൃദയത്തിലൂടെ രാജ്യതലസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജ്യത്തെ പാർശ്വവൽക്കൃത ജനതയ്ക്ക് വേണ്ടി, രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി, കർഷകന് വേണ്ടിയൊക്കെ എപ്പോഴും സംസാരിച്ച സീതാറാം യെച്ചൂരിക്ക് ആദരമർപ്പിക്കുന്നു. ഈ വേദികൾ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് പൗരത്വ ഭേദഗതിയുടെ സമയത്ത് പോലീസ് വണ്ടിയിൽ നിറങ്ങി നിന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സീതാറാം യെച്ചൂരി നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം രോഷാകുലനാവുകയായിരുന്നില്ല. അപ്പോഴും അദ്ദേഹം രോഷാകുലനാവുക പതിവില്ല. രോഷാകുലനാവാതെ ഏറ്റവും സംയമനത്തോടെ ഏറ്റവും സൗമ്യമായി സംസാരിക്കുമ്പോൾ പോലും ആ വാക്കുകളിലെ ആശയത്തെളിച്ചം ഇടിമുഴക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാജിക്ക്, എന്തോ ഒരു ആകർഷണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ട്. അങ്ങനെ ആ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹം ഈ രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയാണ്, രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടിയാണ്, രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ആ വാക്കുകൾ തീർന്ന് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ നിത്യവിശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. ബൽറാം കൂടി ചേരുന്നുണ്ട്. ബൽറാം, ഈ 14 അശോക റോഡിലേക്ക് ഇനി അധിക ദൂരം യാത്രയുണ്ടോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എയിംസിലേക്ക് കൈമാറുകയല്ലേ സീതാറാം യെച്ചൂരിയെ? ബൽറാം. ഹഷ്മി, ഈ വിലാപയാത്ര ഇപ്പോൾ അശോക റോഡിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മീറ്ററുകളുടെ ദൂരം മാത്രമാണ് ഉള്ളത് 14 അശോക റോഡ് എന്ന CPM-ന്റെ പഴയ മേൽവിലാസത്തിലേക്ക്, പഴയ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്തേക്ക്. അവിടെ നിന്നാണ് സീതാറാം യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്ന ഘട്ടത്തിൽ പാർട്ടി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഇടം, ആ ഇടത്തേക്കാണ് അദ്ദേഹത്തെ വിലാപയാത്രയായി കൊണ്ടുപോകുന്നത്. അവിടെ നിന്നും പിന്നീട് ഈ ആംബുലൻസ് മാത്രമായിരിക്കും എയിംസിലേക്ക് പോവുക. പ്രിയ സഖാക്കൾ അദ്ദേഹത്തെ അനുഗമിക്കും. വിലാപയാത്ര ഈ മറ്റ് അദ്ദേഹത്തോടൊപ്പം മൃതദേഹത്തോടൊപ്പം കൂടെ നടക്കുന്ന സഖാക്കൾ ഈ 14 അശോക റോഡ് വരെയായിരിക്കും ഈ മൃതദേഹത്തെ അനുഗമിക്കുക. സീതാറാം യെച്ചൂരിയുടെ ജീവിത പാതയിലെ നാഴികക്കല്ലുകളായി ഇടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ സഞ്ചരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എയിംസിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിൽ JNU-വിൽ അദ്ദേഹത്തിനെ പൊതുദർശനമൊരുക്കണം എന്ന് JNU വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ നിർണായകമായ അദ്ദേഹത്തിൻ്റെ ജീവിത പാത തന്നെ മാറിയ ഒരു ഇടമാണ് JNU. അവിടെ അദ്ദേഹം എത്തി. ഏറെ വൈകാരികമായ രംഗങ്ങൾ JNU-വിൽ കണ്ടു. സമാനമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഏറെ അടുപ്പമുള്ള ആളുകൾ എൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുന്നതിന് ആയി എത്തി. ഒരു ദിവസം കൂടി ആ വസതിയിൽ ഒരിക്കൽ കൂടി ആ വസതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഇന്നലെ രാത്രി അവിടെയുണ്ടായി. അതിനുശേഷമാണ് ഇന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് എൻ്റെ മൃതശരീരം എത്തിച്ചത്. ആയിരക്കണക്കിന് പേർ, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ, പല മേഖലകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. സഖാക്കൾ അദ്ദേഹത്തിന് വേണ്ടി ലാൽ സലാം വിളികൾ, ആയിരക്കണക്കിന് അലറിക്കൊണ്ടുള്ള ലാൽ സലാം വിളികൾ നമ്മൾ കേട്ടു. ഇപ്പോൾ ഈ വിലാപയാത്രയുടെ ഭാഗമായി ചെങ്കൊടികളുമായി ഈ റോഡിൻ്റെ നിറഞ്ഞു തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെല്ലാം തന്നെ ഇടറിയ കണ്ടത്തിലാണ് ലാൽ സലാം എന്ന മുദ്രാവാക്യം മുഴക്കുന്നത്. തങ്ങളുടെ പ്രിയ സഖാവിന് അവസാന അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ആവേശം ഓരോ വാക്കിലും അദ്ദേഹം നൽകിയിരുന്നു പ്രവർത്തകർക്ക്. ആശയം